അമ്മയ്ക്ക് 72 വയസ്സായി എന്നുള്ളത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 38 വർഷം മുമ്പാണ് ഞങ്ങൾ അമ്മയെ ആദ്യമായിട്ട് കാണുന്നത്. അന്നുള്ള അതേപോലെ തന്നെയാണ് അമ്മ ഞങ്ങൾക്കിപ്പോഴും. അമ്മയില്ലെങ്കിൽ ഞങ്ങളില്ല. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും എന്ന് പറയുന്നത് അമ്മയ്ക്ക് ജന്മദിനം ഇല്ല എന്നുള്ളതാണ് സത്യം. അമ്മയ്ക്ക് അപ്പോൾ പിന്നെ മക്കൾക്ക് വേണ്ടി ആഘോഷിക്കുകയാണല്ലോ. അപ്പോൾ അമ്മയ്ക്ക് ജന്മദിനാശംസകളേക്കാൾ കൂടുതൽ അമ്മയോടൊരു ഒരു 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 അഭ്യർത്ഥനയാണുള്ളത്. കാത്തിയിടുക അമ്മേ ഈ കോമള വിഗ്രഹം, കാരുണ്യപൂർവ്വം ഈ മക്കൾക്കായി എന്നൊരു ഭജനയുണ്ട്. അതേ പറയാനുള്ളൂ. അമ്മ ആരോഗ്യം സൂക്ഷിക്കുക, ഞങ്ങൾക്ക് വേണ്ടിയെങ്കിലും എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമാണ്. അമ്മയ്ക്ക് എല്ലാ ജന്മദിനാശംസകളും നേരുകയും ചെയ്യുന്നു. എന്താ പറയാനുള്ള? എല്ലാം അറിയുന്ന അമ്മയോട് ഒന്നും പറയേണ്ട കാര്യമില്ല. കൂടെ നടന്നെല്ലാം കാണുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ഗ്രഹിക്കുന്നുണ്ട്. അന്തരംഗത്തിലെ ചിന്തയെല്ലാം ആദിപരാശക്തി കാണുന്നുണ്ട്. ഞങ്ങളുടെ ഒപ്പം നടക്കാൻ തുടങ്ങിയതാണ് അമ്മ. നിഴൽ പോലെ തുടർന്ന് വരുന്നുണ്ട്. നീ എപ്പോഴും ഈ മക്കൾക്ക് വേണ്ടിയിട്ട് അമ്മ ഒപ്പം ഉണ്ടാവണം. അമ്മ ആരോഗ്യത്തോടും അമ്മ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും ലോകത്ത് അമ്മയ്ക്ക് ലോകമാണല്ലോ അമ്മയുടെ. അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ടാണല്ലോ അമ്മ ജീവിക്കുന്നത്. ആ സ്നേഹം തരുന്നതും അമ്മ അതിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അമ്മ ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഓരോരോ മക്കളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് ജന്മദിനം പറഞ്ഞിട്ട് ഒന്നുമില്ല. എല്ലാ ദിവസവും അമ്മ ജനിച്ചു കഴിഞ്ഞു. ഈ ലോകം വരുമ്പോഴേ അമ്മ ഉണ്ട് ഈ ലോകത്ത്. ഓം അമൃതേശ്വരി നമുക്ക് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാൻ വാക്കുകളില്ല. ഒരിക്കൽ കൂടി അമ്മയ്ക്ക് 72ാം ജന്മദിനാശംസകൾ. നമസ്കാരം.